ഹായ് ഫ്രണ്ട്സ്, കേരള PSC അക്കൗണ്ടൻറ്റ്, ജൂനിയർ അക്കൗണ്ടൻറ്റ് എന്നീ എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുപ്പ് നടത്തുന്നവർക്ക് വേണ്ടിയുള്ള ഓഡിറ്റിങ്ങിൻ്റെ MCQ ക്വസ്റ്റ്യൻ ക്ലാസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓഡിറ്റിങ്ങിൻ്റെ കംപ്ലീറ്റ് സിലബസ് ആണ് ഈ നൽകിയിട്ടുള്ളത്. അക്കൗണ്ടിങ്ങിൻ്റെ കംപ്ലീറ്റ് ഓഡിറ്റിങ്ങിൻ്റെ സിലബസ് ആണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സിലബസ് പൂർണ്ണമായിട്ടും കവർ ചെയ്യുന്ന രീതിയിലാണ് MCQ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുള്ളത്. മുൻ വർഷങ്ങളിൽ കൊമേഴ്സിലായിട്ടുള്ള എക്സാമുകൾക്ക് ഓഡിറ്റിങ്ങിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങളും മറ്റു കുറച്ച് ചോദ്യങ്ങളുമാണ് നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ 25 MCQ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ നമ്പർ 1, വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ഓഡിറ്റ് പ്രോഗ്രാം ആർ കറക്റ്റ്? താഴെ നൽകിയുള്ളത് ഓഡിറ്റ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അതിൽ ശരിയായ സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയെന്നാണ് ചോദ്യം. സ്റ്റേറ്റ്മെൻറ്റ് 1, ഇറ്റ് സ്പെസിഫൈസ് ദി ഓഡിറ്റ് പ്രൊസീജിയർ ടു ബി ഫോളോഡ്. അല്ലേ, ഓഡിറ്റ് പ്രോഗ്രാം എന്ത് ചെയ്യണം? ഓഡിറ്റ് പ്രൊസീജിയർ ഫോളോ ചെയ്യണം. അതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് 2, ഇറ്റ് സെർവ് ആസ് എ എവിഡൻസ് ഓഫ് ഓഡിറ്റ് വർക്ക് പെർഫോംഡ്. ഓഡിറ്റ് പ്രോഗ്രാം എന്താ? ഡീറ്റെയിൽഡ് പ്ലാൻ ഓഫ് ആക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്? അതൊരു എവിഡൻസ് ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 2ഉം കറക്റ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് 3 എന്താണ്? ഇറ്റ് എൻഷുർ പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്ക് എമംഗ് ഓഡിറ്റ് സ്റ്റാഫ്. ഓഡിറ്റ് പ്രോഗ്രാമിൽ ഓഡിറ്റ് സ്റ്റാഫുകൾക്ക് അവരുടെ വർക്ക് എന്ത് ചെയ്യും? കൃത്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇതും ഓഡിറ്റ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റാണ്. ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ്, ഇറ്റ് എലിമിനേറ്റ്സ് ദ നീഡ് ഫോർ ഓഡിറ്റ് സൂപ്പർവിഷൻ. ഓഡിറ്റ് സൂപ്പർവിഷൻ്റെ നീഡ്, ആവശ്യത്തെ ഇല്ലായ്മ ചെയ്യും. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ 1, 2, 3 സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റ്. 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്നത് ഓപ്ഷൻ ബി ആണ്. 1, 2, 3 ഓൺലി. മൂവിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 2. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് ആൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ? താഴെ നൽകിയിട്ടുള്ളതിൽ ഇൻറ്റേർണൽ കൺട്രോളിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് അല്ലാത്തത് ഏതാണെന്ന ചോദ്യം. ഓപ്ഷൻ എ വരുന്നത് സേഫ് ഗാർഡിങ് ആസറ്റ്. സേഫ് ഗാർഡിങ് ആസറ്റ് എന്നത് ഇൻറ്റേർണൽ കൺട്രോളിങ്ങിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ്സ് ആണ്. ഓപ്ഷൻ ബി എൻഷുറിങ് കംപ്ലൈൻസ് വിത്ത് ലോസ് ആൻഡ് റെഗുലേഷൻ. ഇതും ഇൻറ്റേർണൽ കൺട്രോളിങ്ങിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്സ് ആണ്. ദെൻ ഓപ്ഷൻ സി പ്രൊവൈഡിങ് അഷുറൻസ് ഓൺ ദി അക്യുറസി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അക്യുറസി ഉറപ്പുവരുത്തുക. അതും എന്താണ്? ഇൻറ്റേർണൽ കൺട്രോളിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. ഓപ്ഷൻ ഡി ഇൻക്രീസിങ് പ്രോഫിറ്റബിലിറ്റി. ഇൻക്രീസിങ് പ്രോഫിറ്റബിലിറ്റി എന്നത് ഇൻറ്റേർണൽ കൺട്രോളിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് അല്ല. ഇവിടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഇതൊരു മുൻവർഷ PSC ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ഡി ആണെന്ത്? ഇവിടെ ഇൻറ്റേർണൽ കൺട്രോളിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് അല്ലാത്തത്. ആൻസർ ഓപ്ഷൻ ഡി. മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 3. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ഇൻറ്റേർണൽ ചെക്ക്. താഴെ നൽകിയിട്ടുള്ളത് ഇൻറ്റേർണൽ ചെക്കുമായി ബന്ധപ്പെട്ട 4 സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ആ 4 സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരി എന്നതാണ് ചോദ്യം. സ്റ്റേറ്റ്മെൻറ്റ് 1, ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം. ഇൻറ്റേർണൽ ചെക്ക് എന്നത് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് 2, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഡിവിഷൻ ഓഫ് വർക്ക്. ഇൻറ്റേർണൽ ചെക്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്? വർക്ക് ഡിവൈഡ് ചെയ്യുകയാണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് 3, ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി എലിമിനേറ്റ്സ് ദി പോസിബിലിറ്റി ഓഫ് ഫ്രോഡ്. ഫ്രോഡിൻ്റെ പോസിബിലിറ്റി കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യുന്ന ഒന്നാണെന്ത്? ഇൻറ്റേർണൽ ചെക്ക്. ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കംപ്ലീറ്റ് ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല. ഇൻറ്റേർണൽ ചെക്കിലൂടെ നമുക്ക് ഫ്രോഡ് എലിമിനേറ്റ് ചെയ്യാൻ കഴിയില്ല. ദെൻ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ്, ഇറ്റ് എൻഷുർ ദാറ്റ് വർക്ക് ഓഫ് വൺ എംപ്ലോയി ഈസ് ചെക്ക്ഡ് ബൈ അനദർ. ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയി ചെക്ക് ചെയ്തത് മറ്റൊരാൾ വീണ്ടും ചെക്ക് ചെയ്യുന്നതാണ്.
ഇതും കറക്റ്റാണ്. അപ്പോൾ 1, 2, 4 ഈ സ്റ്റേറ്റ്മെൻറ്റുകളാണെന്ത് ഇവിടെ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. Move to the next question, question number 4. The case law of Sokokinski versus Brett Graham and companies letter to. താഴെ നൽകിയിട്ടുള്ളത് ഷൊക്കോസ്കിനിസ്കി വേഴ്സസ് ഗ്രേറ്റ് ഗ്രഹാം ഈ കേസ് ഏതുമായി ബന്ധപ്പെട്ടതാണ്? അപ്പോൾ ഓഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ടൊരു കേസാണ്. ഈ ഒരു കേസ് താഴെ പറഞ്ഞത് ഏതുമായി ബന്ധപ്പെട്ടതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ വരുന്നത് ഓണർഷിപ്പ് ഓഫ് ഓഡിറ്റ് ഫയൽ. ഓപ്ഷൻ ബി ഓണർഷിപ്പ് ഓഫ് ഓഡിറ്റ് നോട്ട്ബുക്ക്. ഓപ്ഷൻ സി ഓണർഷിപ്പ് ഓഫ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ്. ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഈ ഒരു കേസ് ഓഡിറ്റ് ഓഫ് വർക്കിംഗ് പേപ്പേഴ്സുമായി ബന്ധപ്പെട്ടതാണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ആൻസർ അതാണ് ഓപ്ഷൻ സി. അപ്പോൾ ലോ ഓഫ് ഷൊക്കോസ്കിനിസ്കി വേഴ്സസ് ഗ്രേറ്റ് ഗ്രഹാം ആൻഡ് കമ്പനി കേസ് ഇതുമായി ബന്ധപ്പെട്ടതാണ് ഓണർഷിപ്പ് ഓഫ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ്. മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 5. Which of the following items are generally included പെർമനൻറ്റ് ഓഡിറ്റ് ഫയൽ? താഴെ നൽകിയിട്ടുള്ളതിൽ പെർമനൻറ്റ് ഓഡിറ്റ് ഫയലിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഐറ്റംസ് ഏതൊക്കെയെന്നാണ് ചോദ്യം. അതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഒരു കമ്പനിയുടെ പ്രധാനപ്പെട്ട 2 ഡോക്യുമെൻ്റാണിത്, മെമ്മോറാണ്ടവും ആർട്ടിക്കിൾസും. അതൊരു പെർമനൻ്റ് ആയിട്ട് ഓഡിറ്റ് ഫയലാണ്. ഒരുപാട് കാലം സൂക്ഷിക്കേണ്ട ഒരു പെർമനൻ്റ് ഓഡിറ്റ് ഫയലാണിത്, മെമ്മോറാണ്ടവും ആർട്ടിക്കിൾസും. സെക്കൻഡ്, പാർട്ണർഷിപ്പ് ഡീഡ്. ഒരു പാർട്ണർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റാണിത്, പാർട്ണർഷിപ്പ് ഡീഡ്. അതും ഒരു പെർമനൻ്റ് റെക്കോർഡ്സാണ്. ദെൻ തേർഡ്, കോപ്പി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കറണ്ട് ഇയർ. കറണ്ട് ഇയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കോപ്പി അല്ലേ, ഈ വർഷത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അത് പെർമനൻ്റ് ഓഡിറ്റ് ഫയലൊന്നുമല്ല. അത് നമ്മൾ സാധാരണ ആ ഒരു വർഷത്തിൽ ഉപയോഗിക്കുന്നത്. അതെന്തല്ല, പെർമനൻ്റ് ഓഡിറ്റ് ഫയൽ അല്ല. ദെൻ നാച്ചുറൽ ബിസിനസ്മാൻ്റെ സ്വഭാവം പെർമനൻ്റ് ഓഡിറ്റ് ഫയലാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 1, 2, 4 ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ എ. Move to the next question, question number 6. Which of the following statement about audit notebook are correct? താഴെ നൽകിയുള്ളത് ഓഡിറ്റ് നോട്ട്ബുക്കുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിൽ ശരിയായ സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയെന്നാണ് ചോദ്യം. സ്റ്റേറ്റ്മെൻറ്റ് 1, ഇറ്റ് ഈസ് മെയിൻറ്റെയിൻഡ് മെയിൻലി ബൈ ഓഡിറ്റ് അസിസ്റ്റൻസ്. ഓഡിറ്റ് നോട്ട്ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഓഡിറ്റ് അസിസ്റ്റൻ്റ് ആണ്. ഇത് കറക്റ്റാണ്. സെക്കൻഡ്, ഇറ്റ് കണ്ടെയ്ൻസ് എറേഴ്സ് ആൻഡ് ഇറഗുലാരിറ്റീസ് നോട്ടീസ്ഡ് ഡ്യൂറിങ് ഓഡിറ്റ്. ഓഡിറ്റിൻ്റെ സമയത്ത് എന്തെങ്കിലും എറേഴ്സോ അല്ലെങ്കിൽ ഇറഗുലാരിറ്റീസോ കണ്ടെത്തി കഴിഞ്ഞാൽ അതെന്തിൽ കാണിക്കും, ഓഡിറ്റ് നോട്ട്ബുക്കിൽ കാണിക്കും. ഫസ്റ്റ് 2 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. മൂന്നാം സ്റ്റേറ്റ്മെൻറ്റ്, ഇറ്റ് ഇൻക്ലൂഡ്സ് ഇമ്പോർട്ടൻറ്റ് ക്വറീസ് ടു ബി ക്ലാരിഫൈഡ്. എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ ക്ലാരിഫിക്കേഷൻ നൽകുന്ന ഒന്നാണിത് ഓഡിറ്റ് നോട്ട്ബുക്ക്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഇറ്റ് ഫോംസ് പാർട്ട് ഓഫ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ. ഓഡിറ്റ് വർക്കിംഗ് പേപ്പറിൻ്റെ ഭാഗമാണിത് ഓഡിറ്റ് നോട്ട്ബുക്ക്. ഈ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഇവിടെ 4 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. അപ്പോൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റും മനസ്സിലാക്കുക അല്ലെ. ഫസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത ആരാണ്, അസിസ്റ്റൻ്റാണ് പറഞ്ഞു. എന്തെങ്കിലും എറേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞു. അതുപോലെ ക്വറീസ് ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യും. ഓഡിറ്റ് വർക്കിംഗ് പേപ്പറിൻ്റെ ഭാഗമാണിത് ഓഡിറ്റ് നോട്ട്ബുക്ക്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ബി ആണ് അല്ലേ. 1, 2, 3 and 4 ആർ കറക്റ്റാണ് ആൻസർ. Move to the next question, question number 7. Which of the following statement regarding verification of asset are correct? താഴെ നൽകുന്നത് വെരിഫിക്കേഷൻ ഓഫ് അസറ്റുമായി ബന്ധപ്പെട്ടതാണ്. അതിലേതൊക്കെയാണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ചോദ്യം. സ്റ്റേറ്റ്മെൻറ്റ് 1,
വെരിഫിക്കേഷൻ കൺഫേം എക്സിസ്റ്റൻസ് ഓഫ് അസറ്റ്. ഒരു അസറ്റ് സ്ഥാപനത്തിൽ ഉണ്ടോ എന്ന് എന്ത് ചെയ്യുക, വെരിഫൈ ചെയ്യുക. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഒരു അസറ്റിൻ്റെ എക്സിസ്റ്റൻസ് ആണ് എന്ത് നോക്കുന്നത്, വെരിഫിക്കേഷൻ നോക്കുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. വെരിഫിക്കേഷൻ എൻഷുർ പ്രോപ്പർ വാല്യുവേഷൻ ഓഫ് അസറ്റ്, അല്ലേ? അതെന്തിലേക്ക് സഹായിക്കും, അസറ്റിൻ്റെ പ്രോപ്പറായിട്ടുള്ള വാല്യുവേഷനിലേക്ക് സഹായിക്കും. ഒരു സ്റ്റേറ്റ്മെൻറ്റ് 2ഉം കറക്റ്റാണ്. വെരിഫിക്കേഷൻ എക്സ്റ്റാബ്ലിഷ് ഓണർഷിപ്പ് ഓഫ് അസറ്റ്. ഒരു അസറ്റിൻ്റെ ഓണർഷിപ്പ് എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണിത്. ദെൻ വെരിഫിക്കേഷൻ മെയിൻലി ഇൻവോൾവ്സ് ചെക്കിംഗ് ഓഫ് വൗച്ചേഴ്സ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 3 കറക്റ്റാണ്, അല്ലേ? വെരിഫിക്കേഷൻ എന്തില്ല, വൗച്ചേഴ്സ് ചെക്ക് ചെയ്യില്ല. ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, അത് വൗച്ചിങ് ആണ്. വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അസറ്റ് ആൻഡ് ലാബിലിറ്റീസ് സ്ഥാപനത്തിലുണ്ടോ, എക്സിസ്റ്റൻ്റ് ആണോ എന്ന് നോക്കലാണ്. അപ്പോൾ ഫസ്റ്റ് 3 സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഫാൾസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എ ആണ്. 1, 2 and 3 only. Move to the next question. Question number 8. Consider the following statement regarding auditors of joint stock companies. താഴെ നൽകിയുള്ളത് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിലെ ഓഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അതിൽ ശരിയായ സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയെന്നാണ് ചോദ്യം. അതിൽ വരുന്ന ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ്, ദ ഫസ്റ്റ് ഓഡിറ്റർ ഈസ് അപ്പോയിൻറ്റഡ് ബൈ ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഫസ്റ്റ് ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഫസ്റ്റ് ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. സെക്കൻഡ്, സബ്സീക്വൻറ്റ് ഓഡിറ്റേഴ്സ് ആർ അപ്പോയിൻറ്റഡ് ഷെയർ ഹോൾഡേഴ്സ്. സബ്സീക്വൻറ്റ് ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആരാണ്, ഷെയർ ഹോൾഡേഴ്സ് ആണ്. ഈ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. എ പേഴ്സൺ ഇൻഡപ്റ്റഡ് ടു ദി കമ്പനി ക്യാൻ ബി അപ്പോയിൻറ്റഡ് ആസ് എ ഓഡിറ്റർ. ഒരാൾ ഇൻഡപ്റ്റ് ആയിക്കഴിഞ്ഞാൽ, അതായത് കടബാധിസ്ഥനായി കഴിഞ്ഞാൽ, കമ്പനിയിൽ പൈസ എന്തെങ്കിലും കൊടുക്കാനായി കഴിഞ്ഞാൽ അയാളെ എന്തായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാന്ന് പറഞ്ഞത്, ഓഡിറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാം. ഇത് തെറ്റാണ്. ഇയാൾ ഡിസ്ക്വാളിഫൈഡ് ആണ്. ഓക്കെ ആണോ? അയാൾ ഓഡിറ്റ് അപ്പോയിൻറ്റ് ചെയ്യാൻ ഡിസ്ക്വാളിഫൈഡ് ആണ്. ഇൻഡപ്റ്റ് ഉണ്ടായതുകൊണ്ട് ഡിസ്ക്വാളിഫൈഡ് ആണ്. ഓൺലി എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ക്യാൻ ബി അപ്പോയിൻറ്റഡ് ആസ് എ ഓഡിറ്റർ. ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓഡിറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതും കറക്റ്റാണ്. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ് എന്ത് ഓഡിറ്റിംഗ് നടത്തേണ്ടത്. അപ്പോൾ 1, 2, 4 ആണ് കറക്റ്റ്. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. Move to the next question. Question number 9. Assertion reasoning type question ആണ്. Assertion വരുന്നത്, vouching is concerned the backbone of auditing. Vouching ഓഡിറ്റിങ്ങിൻ്റെ നട്ടെല്ലാണ്. ഇത് കറക്റ്റായിട്ടുള്ളൊരു അസേർഷനാണ്. ആ അസേർഷൻ കറക്റ്റാണ്. റീസൺ എന്താ പറയുന്നത്, ഇറ്റ് ഹെൽപ്സ് ഓഡിറ്റർ വെരിഫൈ ഓതൻസിറ്റി ഓഫ് റെക്കോർഡ്സ് ട്രാൻസാക്ഷൻ. ഒരു ട്രാൻസാക്ഷൻ്റെ ഓതൻസിറ്റി അളക്കാൻ എന്ത് സഹായിക്കും, ഇത് ഓഡിറ്ററെ സഹായിക്കും. വൗച്ചിങ് ഒരു ഓഡിറ്ററെ ആ ഓഡിറ്റിങ്ങിൻ്റെ ഓതൻസിറ്റി അളക്കാൻ സഹായിക്കും. അപ്പോൾ ഇതും എന്താണ്, കറക്റ്റാണ്. കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. ഇവിടെ ആൻസർ വരുന്നത് എ ആണ്. ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ്. ആർ ഇസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 10. മാച്ച് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ ലിസ്റ്റ് എയിൽ നൽകിയിട്ടുള്ളത് ഫസ്റ്റ് വൗച്ചിങ് ആണ്. അപ്പോൾ വൗച്ചിങ് ഏതുമായിട്ടാണ് കൃത്യമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റുക. അപ്പോൾ വൗച്ചിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അല്ലേ, സിസ്റ്റമാറ്റിക് എക്സാമിനേഷൻ ഓഫ് ഡോക്യുമെൻ്ററി എവിഡൻസ് ആണിത് വൗച്ചിങ്. ഡോക്യുമെൻ്ററി എവിഡൻസ്, അതായത് നമ്മുടെ സ്ഥാപനത്തിലുള്ള ഇൻവോയ്സുകൾ, ബില്ലുകൾ, കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എക്സാമിൻ ചെയ്യുക. ഇതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വൗച്ചിങ്. അപ്പോൾ ഏക്കം തന്നെയാണ്, 1 തന്നെയാണ് കറക്റ്റ്. ദെൻ ബി, വെരിഫിക്കേഷൻ. വെരിഫിക്കേഷൻ പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിൽ അസറ്റ് ഉണ്ടോ, എക്സിസ്റ്റൻസ് ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ബിക്കും കറക്റ്റ് എസ്റ്റാബ്ലിഷ് എക്സിസ്റ്റൻസ് ഓഫ് അസറ്റ്. അപ്പോൾ ഇതും കറക്റ്റാണ്. സി, ഓഡിറ്റ് പ്രോഗ്രാം. ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ
എ ഡീറ്റെയിൽഡ് പ്ലാൻ ഓഫ് ആക്ഷൻ ആണ്. അപ്പോൾ സിക്ക് 3 തന്നെയാണ്. ഡിക്ക് ഓഡ് നോട്ട്ബുക്ക്, റെക്കോർഡ് ഇമ്പോർട്ടൻ്റ് ഒബ്സർവേഷൻ അല്ലേ, അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാനാണ് ഓഡിറ്റ് നോട്ട്ബുക്ക് ഇതാണത്. അപ്പോൾ ഓരോന്നിൻ്റെയും മീനിങ് ഈ ചോദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് അല്ലേ എക്ക് 1, ബിക്ക് 2, സിക്ക് 3, ഡിക്ക് 4. ഓപ്ഷൻ എ തന്നെയാണ് കറക്റ്റാണ്. അപ്പോൾ ഇതിലെന്തില്ല, മിസ് അറേഞ്ച്മെൻ്റ് അല്ല, കറക്റ്റ് അറേഞ്ച്മെൻ്റ് ആണ് ചെയ്തിട്ടുള്ളത്. അങ്ങനത്തെ ചോദ്യങ്ങളും എക്സാമിന് വരാറുണ്ട്. ആ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഓരോന്നും കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ വൗച്ചിങ് എന്താണ്, വെരിഫിക്കേഷൻ എന്താണ്, ഓഡിറ്റ് പ്രോഗ്രാം എന്താണ്, ഓഡിറ്റ് നോട്ട്ബുക്ക്, അത്രയും കാര്യങ്ങൾ ഈ ഒരു ചോദ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 11. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ദി മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ? താഴെ നൽകിയിട്ടുള്ളതിൽ ഇൻറ്റേർണൽ കൺട്രോളിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ഏതാണെന്ന് ചോദ്യം. ഓപ്ഷൻ എ വരുന്നത് ഇൻക്രീസ് പ്രോഫിറ്റ് ഓഫ് ദി കമ്പനി. ഓപ്ഷൻ ബി സേഫ് ഗാർഡിംഗ് അസറ്റ് ആൻഡ് എൻഷുറിംഗ് റിലയബിലിറ്റി ഓഫ് അക്കൗണ്ടിംഗ് റെക്കോർഡ്സ്. ഓപ്ഷൻ സി എലിമിനേറ്റിംഗ് ദ നീഡ് ഫോർ ഓഡിറ്റ്. ഓപ്ഷൻ ഡി പ്രിപ്പയറിംഗ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, സേഫ് ഗാർഡിംഗ് അസറ്റ് ആൻഡ് എൻഷുറിംഗ് റിലയബിലിറ്റി ഓഫ് അക്കൗണ്ടിംഗ് റെക്കോർഡ്സ്. ബാക്കിക്ക് എന്തല്ല ഇൻറ്റേർണൽ കൺട്രോളിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് അല്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നമ്മൾ മുമ്പും സോൾവ് ചെയ്താണ്. അപ്പോൾ സേഫ് ഗാർഡിംഗ് അസറ്റ് ആൻഡ് എൻഷുറിംഗ് റിലയബിലിറ്റി ഓഫ് അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് ആണിത്. ഈ നൽകിയിട്ടുള്ളതിൽ ഇൻറ്റേർണൽ കൺട്രോളിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ്. ബാക്കിക്ക് എന്താണ് അല്ലേ, ഓഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ടതാണ്, ഇൻറ്റേർണൽ കൺട്രോളുമായി ബന്ധപ്പെട്ടതല്ല. മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 12. കൺസിഡർ ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ഓഡിറ്റ് നോട്ട്ബുക്ക്. താഴെ നൽകിയുള്ളത് ഓഡിറ്റ് നോട്ട്ബുക്കുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിൽ ശരിയായ സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയെന്നാണ് ചോദ്യം. സ്റ്റേറ്റ്മെൻറ്റ് 1, ഇറ്റ് റെക്കോർഡ് ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സ് നോട്ടീസ്ഡ് ഡ്യൂറിങ് ഓഡിറ്റ്. ഓഡിറ്റിൻ്റെ സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും മാറ്റേഴ്സൊക്കെ നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എഴുതി വെക്കുകയാണെന്ന് ഓഡിറ്റ് നോട്ട്ബുക്ക്. ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. സെക്കൻഡ്, ഇറ്റ് ഈസ് മെയിൻലി മെയിൻറ്റെയിൻഡ് ബൈ ഓഡിറ്റ് അസിസ്റ്റൻസ്. ഈ ഒരു ഓഡിറ്റ് നോട്ട്ബുക്ക് മെയിനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഓഡിറ്റ് അസിസ്റ്റൻസ് ആണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് 3, ഇറ്റ് ഫോംസ് പാർട്ട് ഓഫ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ. ഓഡിറ്റ് വർക്കിംഗ് പേപ്പറിൻ്റെ ഭാഗമാണെന്ത് ഓഡിറ്റ് നോട്ട്ബുക്ക്. ഈ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഇറ്റ് റീപ്ലേസസ് ഓഡിറ്റ് റിപ്പോർട്ട്. ഓഡിറ്റ് റിപ്പോർട്ടിനെ റീപ്ലേസ് ചെയ്യുന്ന ഒന്നാണെന്ത് ഓഡിറ്റ് നോട്ട്ബുക്ക്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഓഡിറ്റ് റിപ്പോർട്ട് വേറെയാണ്, ഓഡിറ്റ് നോട്ട്ബുക്ക് വേറെയാണ്. ഓഡിറ്റ് നോട്ട്ബുക്ക് എന്ന് പറഞ്ഞാൽ ഓഡിറ്റിങ്ങിൻ്റെ സമയത്ത് എന്ത് ചെയ്യുന്നു, അവിടെ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റേഴ്സൊക്കെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് പോയിൻ്റൊക്കെ ഉണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യണം. ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത് ഫൈനലാണ്. ഒരു സ്ഥാപനം എൻഡ് ഓഫ് ദി ഇയറിൽ ആ ഓഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, ഒരു റിപ്പോർട്ടാക്കി മാറ്റുന്നു. അതാണ് ഓഡിറ്റ് റിപ്പോർട്ട്. അത് എന്തിൻ്റെ ഭാഗമല്ല, ഓഡിറ്റ് നോട്ട്ബുക്കിൻ്റെ ഭാഗം അല്ല. അവിടെ ആൻസർ വരുന്നത് 1, 2 and 3 ഓൺലി ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 13. ഡാഷ് ഈസ് ദി method of organizing accounting system of a business concern by which duties of various clerk are arranged in such a way that duty of one person is checked by another. ഇപ്പോൾ ഇവിടെ പറയുന്നത് അല്ലേ, ഒരു ഓർഗനൈസേഷനിലെ വ്യത്യസ്തമായുള്ള ക്ലർക്കുകൾ ഒരുപാട് ഡ്യൂട്ടീസ് ചെയ്യുന്നു. അതിൽ ഒരാൾ ചെക്ക് ചെയ്ത കാര്യം വീണ്ടും ചെക്ക് ചെയ്യുന്നതിന് എന്താണ് പറയുന്നതാണ്. അവിടെ ഓപ്ഷൻ എ വരുന്നത് ഇൻറ്റേർണൽ ഓഡിറ്റാണ്. ഓപ്ഷൻ ബി ഇൻറ്റേർണൽ കൺട്രോളാണ്. ഓപ്ഷൻ സി ഇൻറ്റേർണൽ ചെക്കാണ്. ഓപ്ഷൻ ഡി ആൾ ഓഫ് ദി അബാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത്
ഇൻറ്റേർണൽ ചെക്കാണ്. ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കുക, 1 person ചെക്ക്ഡ് ബൈ അനദർ. അതിന് പറഞ്ഞ പേരാണിത് ഇൻറ്റേർണൽ ചെക്ക്. അപ്പോൾ ഒരു ക്ലർക്ക് ചെക്ക് ചെയ്ത കാര്യം വീണ്ടും ചെക്ക് ചെയ്യലാണിത് ഇൻറ്റേർണൽ ചെക്ക്. ആ കാര്യം മനസ്സിലാക്കാം. മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 14. വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ഓഡിറ്റ് പ്രോഗ്രാം ഈസ് ഇൻകറക്റ്റ്? താഴെ നൽകിയ സ്റ്റേറ്റ്മെൻറ്റിൽ ഓഡിറ്റ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ വരുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് എ സിസ്റ്റമാറ്റിക് പ്ലാൻ ഫോർ ഓഡിറ്റ് വർക്ക്. ഓഡിറ്റ് വർക്കിൻ്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്ലാനാണിത് ഓഡിറ്റ് പ്രോഗ്രാം. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രോപ്പർ അലോക്കേഷൻ ഓഫ് വർക്ക് എമംഗ് അസിസ്റ്റൻസ്. അല്ലേ, അസിസ്റ്റൻസിനെ കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണിത് ഓഡിറ്റ് പ്രോഗ്രാം. അതും ശരിയായ പ്രസ്താവനയാണ്. കൃത്യമായിട്ട് എന്ത് ചെയ്യും, ഓരോരുത്തർക്കും അവർക്ക് അനുയോജ്യമായുള്ള വർക്ക് അലോക്കേറ്റ് ചെയ്യാൻ എന്ത് സഹായിക്കും, ഓഡിറ്റ് പ്രോഗ്രാം സഹായിക്കും. അപ്പോൾ ഇതും ശരിയാണ്. ദെൻ സി വരുന്നത് ഇറ്റ് എലിമിനേറ്റ്സ് നീഡ് ഫോർ സൂപ്പർവിഷൻ. സൂപ്പർവിഷൻ്റെ നീഡ് എന്ത് എലിമിനേറ്റ് ചെയ്യുന്നില്ല, ഓഡിറ്റ് പ്രോഗ്രാം എലിമിനേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് തെറ്റാണ്. ദെൻ നാലാമത്തെ കൂടി നോക്കാം. ഇറ്റ് ഹെൽപ്സ് എൻഷുർ ദാറ്റ് നോ ഇമ്പോർട്ടൻ്റ് ഏരിയ ഈസ് ഒമിറ്റഡ്. നമ്മളൊരു ഓഡിറ്റ് പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഏരിയ ഒമിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. അവിടെ ആൻസർ വരുന്നതാണ് ഓപ്ഷൻ സി ആണ്. ഇറ്റ് എലിമിനേറ്റ് നീഡ് ഫോർ സൂപ്പർവിഷൻ. അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ സി. മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 15. Why it is important to maintain an old notebook? ഓപ്ഷൻ എ വരുന്നത് ടു പ്രൊവൈഡ് എവിഡൻസ് ഓഫ് ദി ഓഡിറ്റേഴ്സ് ഇൻഡിപെൻഡൻസ്. ഓപ്ഷൻ ബി ടു സപ്പോർട്ട് ഓഡിറ്റേഴ്സ് ഒപ്പീനിയൻ ഓൺ ദി ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഓപ്ഷൻ സി ടു കംപ്ലൈ വിത്ത് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് ആൻഡ് റെഗുലേഷൻ. ഓപ്ഷൻ ഡി ആൾ ഓഫ് ദി അബവ്. അപ്പോൾ ഇവിടെ അല്ലേ, എന്തുകൊണ്ടാണ് ഓഡിറ്റ് നോട്ട്ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം, അതിൽ വരുന്നത് എവിഡൻസ്, ഓഡിറ്റേഴ്സിന് ഇൻഡിപെൻഡൻ്റ് ഒരു കാര്യത്തിന് അദ്ദേഹത്തിൻ്റെ എവിഡൻസ് ആണ്. ഇത് കറക്റ്റാണ്. ബിയും കറക്റ്റാണ്, സിയും കറക്റ്റാണ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ആൾ ഓഫ് ദി അബവ് ആണ്. മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 16. The principal auditor is watchdog and bloodhound was established in. അപ്പോൾ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ടേമാണ്, ഓഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട കേൾക്കുന്ന ടേമാണ്. ഓഡിറ്റർ ഈസ് എ വാച്ച് ഡോഗ് ബട്ട് നോട്ട് ബ്ലഡ് ഹൗണ്ട് എന്ന് പറയുന്ന ടേം. ഇത് ഏത് കേസുമായി ബന്ധപ്പെട്ടതാണ്? അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, കിങ്സ്റ്റൺ കോട്ടൺ മിൽ കേസാണെന്ത് ഓഡിറ്റർ ഈസ് എ വാച്ച് ഡോഗ് ആൻഡ് ബട്ട് നോട്ട് ബ്ലഡ് ഹൗണ്ട്. അപ്പോൾ ഏത് കേസുമായി ബന്ധപ്പെട്ട് വെച്ചാൽ കിങ്സ്റ്റൺ കോട്ടൺ മിൽ കേസാണ്. മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 17. ആൻ ഓഡിറ്റ് പ്രോഗ്രാം ഷുഡ് ബി. ഒരു ഓഡിറ്റ് പ്രോഗ്രാം എങ്ങനെയായിരിക്കും എന്നാണ് ചോദ്യം. ഇവിടെ 4 സ്റ്റേറ്റ്മെൻറ്റാണ് നൽകിയിട്ടുള്ളത്. ഈ 4 സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റ് എന്നാണ് ചോദ്യം. സ്റ്റേറ്റ്മെൻറ്റ് 1 വരുന്നത് റിജിഡ് ആൻഡ് നെവർ മോഡിഫൈഡ്. തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. ഒരു ഓഡിറ്റ് പ്രോഗ്രാം ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, റിജിഡ് ആയിരിക്കാൻ പറ്റില്ല. അതിലെന്ത് ചെയ്യണം, ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ അത് അഡോപ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണം. സെക്കൻഡാണ് പ്രിപ്പയർഡ് ബിഫോർ ദി ഓഡിറ്റ് പ്രോഗ്രാം. ഓഡിറ്റ് പ്രോഗ്രാം തയ്യാറാക്കുന്നത് ബിഫോർ ആണ് അല്ലേ, ഓഡിറ്റ് പ്രോഗ്രാം അതിൻ്റെ മുമ്പാണ് തയ്യാറാക്കേണ്ടത്, കറക്റ്റാണ്. ദെൻ പ്രിപ്പയർഡ് ആഫ്റ്റർ ദി ഓഡിറ്റ് പ്രോഗ്രാം. പ്രോഗ്രാം കഴിഞ്ഞ ശേഷം നമ്മൾ തയ്യാറാക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ദെൻ 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഫ്ലെക്സിബിൾ ആൻഡ് മോഡിഫൈഡ് ആസ് പെർ റിക്വയർമെൻറ്റ് അല്ലേ, എന്ത് ചെയ്യണം, ഫ്ലെക്സിബിൾ ആയിരിക്കണം. എന്തെങ്കിലും ചേഞ്ചസ് വരുമ്പോൾ മോഡിഫിക്കേഷൻ വരുത്താൻ പറ്റിയിരിക്കണം. അപ്പോൾ ഇതും കറക്റ്റാണ്. അവിടെ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ്, 2ഉം 4ഉമാണ് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അത് വരുന്നത് ഓപ്ഷൻ സി ആണ്. ബോത്ത് 2 and 4 ആർ കറക്റ്റ്. ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ.
Move to the next question, question number 18. What are audit files? താഴെ നൽകിയുള്ളത് ഓഡിറ്റ് ഫയൽസ് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ വരുന്നത് ഡോക്യുമെൻ്റ് ദാറ്റ് സമ്മറൈസ് ദി ഫൈൻഡിങ്സ്. ഓപ്ഷൻ ബി ഡോക്യുമെൻ്റ് ദാറ്റ് ഇൻക്ലൂഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഓഡിറ്റർ. ഓപ്ഷൻ സി ഡോക്യുമെൻ്റ് ദാറ്റ് പ്രൊവൈഡ് എവിഡൻസ് ഓഫ് ദി ഓഡിറ്റ് വർക്ക് പെർഫോംഡ് ബൈ ദി ഓഡിറ്റർ. ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓഡിറ്റ് ഫയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എവിഡൻസ് ആണ്. ഓഡിറ്റ് വർക്ക് ഒരു ഓഡിറ്റർ ചെയ്തതിൻ്റെ എവിഡൻസ് ആണെന്ത്? ഓഡിറ്റ് ഫയൽസ്. അപ്പോൾ ഡോക്യുമെൻ്റ് ദാറ്റ് പ്രൊവൈഡ് എവിഡൻസ് ഓഫ് ദി ഓഡിറ്റ് വർക്ക് പെർഫോംഡ് ബൈ ദി ഓഡിറ്റർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 19. Which of the following is not a characteristics of investigation? താഴെ നൽകിയുള്ളത് ഇൻവെസ്റ്റിഗേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഏതാണെന്നാണ്. എ വരുന്നത് കണ്ടക്റ്റഡ് ഫോർ സ്പെസിഫിക് പർപ്പസ്. ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ഒരു സ്പെസിഫിക് പർപ്പസാണ്, കറക്റ്റാണ്. ബി വരുന്നത് ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ റെക്കോർഡ്സ് ആണ്. ഇൻവെസ്റ്റിഗേഷനിൽ ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ആണ് വരുന്നത്. കണ്ടക്റ്റഡ് പീരിയോഡിക്കലി എവരി ഇയർ. ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യുന്നത് പീരിയോഡിക്കൽ എന്നല്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു പർപ്പസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ഫ്രോഡ് കണ്ടെത്തി അതിനെക്കുറിച്ച് എന്ത് ചെയ്യുന്നു, ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സാമിനേഷൻ നടത്തുകയാണ്. ഇവിടെ എന്തല്ല, പീരിയോഡിക്കലല്ല. അപ്പോൾ ഇത് തെറ്റാണ്. ദെൻ ഡി മേ ഇൻവോൾവ് എക്സാമിനേഷൻ ബിയോണ്ട് ദി അക്കൗണ്ട് റെക്കോർഡ്സ്. ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ അക്കൗണ്ട് റെക്കോർഡ്സിൻ്റെ പുറത്തേക്ക് എന്ത് ചെയ്യും, ഇൻവെസ്റ്റിഗേഷനിൽ പരിശോധിക്കും. ഇതും കറക്റ്റാണ്. അവിടെ തെറ്റായ ഫീച്ചേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഓപ്ഷൻ സി ആണ് കണ്ടക്റ്റഡ് പീരിയോഡിക്കലി എവരി ഇയർ. അത് ഓഡിറ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സാണ്, എന്തിൻ്റെ അല്ല, ഇൻവെസ്റ്റിഗേഷൻ്റെ അല്ല. ആൻസർ ഓപ്ഷൻ സി. മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 20. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്? താഴെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ നൽകിയിട്ടുണ്ട്. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റ് എന്നാണ് ചോദ്യം. സ്റ്റേറ്റ്മെൻറ്റ് 1, ഓഡിറ്റ് പ്ലാനിംഗ് ഈസ് ദി സ്പെസിഫിക് ഗൈഡ്ലൈൻസ് ആൻഡ് ഡയറക്ഷൻസ് ഫോർ എഫിഷ്യൻറ്റ് ആൻഡ് എഫക്റ്റീവ് കംപ്ലീഷൻ ഓഫ് ഓഡിറ്റ് വർക്ക് ഓൺ ടൈംലി ആൻഡ് ഡെയിലി ബേസിസ് സോ ഹാസ് ടു മിനിമൈസ് ഓഡിറ്റ് റിസ്ക്. ഓഡിറ്റ് പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ഗൈഡ്ലൈൻസ് ആൻഡ് ഡയറക്ഷൻ ആണ്. കറക്റ്റാണല്ല, ഒരു കാര്യം എഫിഷ്യൻ്റായിട്ടും എഫക്റ്റീവായിട്ടും ചെയ്യാൻ സഹായിക്കുന്ന ഒരു സ്പെസിഫിക് ഗൈഡ്ലൈൻസ് ആൻഡ് ഡയറക്ഷൻ നമ്മൾ എന്ത് പറയുന്നത്, ഓഡിറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. അതോടുകൂടി തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, റിസ്ക് കുറക്കാനും സഹായിക്കും. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 എന്താണ്, കറക്റ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് 2, ഓഡിറ്റ് പ്ലാനിങ് ഹെൽപ്സ് ഇൻ ഐഡൻറ്റിഫൈങ് പൊട്ടൻഷ്യൽ പ്രോബ്ലം. അപ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ എന്ത് സഹായിക്കും, ഓഡിറ്റ് പ്ലാനിങ് സഹായിക്കും. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1ഉം കറക്റ്റാണ്, 2ഉം കറക്റ്റാണ്. ആൻസർ വരുന്നത് ബോത്ത് 1 and 2 ആർ കറക്റ്റ്. ഓപ്ഷൻ നമ്പർ എ. മൂവിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 21. The internal audit assessments which belong to specific governance process called. ഓപ്ഷൻ എ വരുന്നത് വിസിൽ ബ്ലോവർ പ്രോസസ്. ഓപ്ഷൻ ബി ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പ്രോസസ്. ഓപ്ഷൻ സി ഫ്രോഡ്ലൻറ്റ് റിസ്ക് അസസ്മെൻറ്റ് പ്രോസസ്. ഓപ്ഷൻ ഡി റിസ്ക് മാനേജ്മെൻറ്റ് ഓഡിറ്റ് പ്രോസസ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, റിസ്ക് മാനേജ്മെൻറ്റ് ഓഡിറ്റ് പ്രോസസ്സാണ്. ഇൻറ്റേർണൽ ഓഡിറ്റ് അസസ്മെൻറ്റ് വിച്ച് ബിലോങ് ടു സ്പെസിഫിക് ഗവേണൻസ് പ്രോസസ് ഈസ് കാൾഡ് റിസ്ക് മാനേജ്മെൻറ്റ് ഓഡിറ്റ് പ്രോസസ്. മൂവിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 22. The photographs of the auditor's workplace by an internal auditor corresponds which types of evidence? അതായത് ഫോട്ടോഗ്രാഫ്സ് അല്ലേ, ഫോട്ടോഗ്രാഫ് ഏത് ടൈപ്സ് ഓഫ് എവിഡൻസ് എന്നാണ്. എ വരുന്നത് ടെസ്റ്റിമോണിയൽ എവിഡൻസ്, ബി ഡോക്യുമെൻ്ററി എവിഡൻസ്, സി അനലിറ്റിക്കൽ എവിഡൻസ്, ഡി ഫിസിക്കൽ എവിഡൻസ്. ഫോട്ടോഗ്രാഫ്സ് ഏതാണ്?
ഓപ്ഷൻ ഡി ആണ് ഫിസിക്കൽ എവിഡൻസ് ആണ്. മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 23. ആൻ ഓഡിറ്റർ ഷുഡ് ബി, ഓഡിറ്റർ ആരായിരിക്കും എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ വരുന്നത് ആൻ ഇൻഷുറർ, ബി ആൻ അക്കൗണ്ടൻറ്റ്, സി എ വാച്ച് ഡോഗ്, ഡി എ ബെഡ് ഹോണ്ട്. ഓഡിറ്റർ നമ്മൾ പറയാനുള്ളത് എന്താണ്? ഒരു വാച്ച് ഡോഗ് എന്നാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 24. കൺസിഡർ ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ്. താഴെ നൽകിയുള്ളത് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദ്യം. സ്റ്റേറ്റ്മെൻറ്റ് 1, ദേ ആർ പ്രോപ്പർട്ടി ഓഫ് ഓഡിറ്റർ. ഓഡിറ്ററുടെ പ്രോപ്പർട്ടി ആണ് വർക്കിംഗ് പേപ്പർ. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദേ ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ആസ് എൻ എവിഡൻസ് ഇൻ കോർട്ട്. കോടതിയിൽ എവിഡൻസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ്. അതും കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദേ മസ്റ്റ് ആൾവേസ് ബി ഡിസ്ക്ലോസ്ഡ് ടു ദി ക്ലൈൻറ്റ് റിക്വസ്റ്റ്. ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് എപ്പോഴും ഡിസ്ക്ലോസ് ചെയ്യുന്നത്, വെളിപ്പെടുന്നത് ക്ലൈൻറ്റിൻ്റെ റിക്വസ്റ്റ് പ്രകാരം. ഇത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ്, ദേ ഹെൽപ്പ് ഇൻ പ്രിപ്പയറിംഗ് ഓഡിറ്റ് റിപ്പോർട്ട്. കറക്റ്റാണ്. അവിടെ ആൻസർ വരുന്നത് 1, 2 ആൻഡ് 4 ആണ്. ഓപ്ഷൻ എ ഇസ് ദി കറക്റ്റ് ആൻസർ. മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 25. ആൻ ഓഡിറ്റ് വിച്ച് ഈസ് കണ്ടക്റ്റഡ് ത്രൂ ഔട്ട് ദി ഇയർ കാൾഡ്. ഓപ്ഷൻ എ വരുന്നത് കണ്ടിന്യൂസ് ഓഡിറ്റ്, ഓപ്ഷൻ ബി ഇൻറ്റേർണൽ ഓഡിറ്റ്, ഓപ്ഷൻ സി സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, ഓപ്ഷൻ ഡി എക്സ്റ്റേണൽ ഓഡിറ്റ്. അപ്പോൾ ത്രൂ ഔട്ട് ദി ഇയർ കണ്ടക്ട് ചെയ്യുന്ന ഓഡിറ്റ് ഏതാണ്? കണ്ടിന്യൂസ് ഓഡിറ്റ് ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ 25 MC ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.